സുഹൃത്തുക്കളും, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷന് ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. കന്നി രാശി എന്ന് പറഞ്ഞാൽ വിർഗോ. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നാളുകൾ എന്നുണ്ട് ഉത്രം, അത്തം, ചിത്തിര. ഉത്തരത്തിന്റെ മുക്കാല്, അത്തം, പിന്നെ ചിത്തിരയുടെ പകുതിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിയുടെ നക്ഷത്രാധിപൻ എന്ന ബുധനാണ്. അതുപോലെ ഉത്തരത്തെ ഭരിക്കുന്ന സൂര്യനാണ്, ചൊവ്വാകർമ്മയിൽപ്പെട്ടാണ്. അത്തത്തെ ഭരിക്കുന്നതാണ് ചന്ദ്രനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. ചിത്തിരെ ഭരിക്കുന്ന ചൊവ്വാണ്, ശുക്രകർമ്മയാണ്. അപ്പൊ നിങ്ങൾ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറയുവാണെന്നതിൽ വളരെ കാലമായിട്ട് നഷ്ടപ്പെട്ടിരുന്നതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം തിരിച്ചു വരാന്, അതല്ലെന്നൊരു പ്രസംഗിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരാന്, എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചില നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ ഈ പ്രണയം തുറന്നു പറയാനും പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആൾക്കാർ അതൊക്കെ പറഞ്ഞു തീർക്കാൻ, അവരുമായിട്ടൊക്കെ നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താന്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല ടേംസിൽ പോകാന് ഉള്ള സാഹചര്യങ്ങള്, അതുപോലെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, വിദേശത്തൊക്കെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ വരാനോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുമുട്ടാനോ ഉള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ പ്രോപ്പർട്ടി ഒക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിട്ടുള്ള ടൈമാണ്. പ്രത്യേകിച്ച് വെളിയിൽ വിദേശത്തൊക്കെ ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ള ആൾക്കാർക്ക് വിസയുടെ അല്ലെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വിസ പ്രോസസ്സായി വരാന്, അല്ലെങ്കിൽ IELTS അങ്ങനെയൊക്കെയുള്ള എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാന്, അല്ലെ IIM, IIT അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ലൈ ചെയ്തിരുന്നവർക്ക് പാസ്സായി വരാന്, അല്ലെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ആകാനുള്ള സാഹചര്യങ്ങള്, ഹയർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാന്, ഫോറിൻ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, നല്ല ഉല്ലാസ യാത്രകൾ ചെയ്യാനൊക്കെ ഉള്ള
ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല മെയ് 14 തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് സംബന്ധമായിട്ട് നീണ്ടിരുന്നിരുന്ന തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാന്, പുതിയ ജോബ് കിട്ടാന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണ് സംബന്ധമായിട്ട് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് ലോണ് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ വണ്ടി വീട് ഒക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ 14 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ടൈമാണ്. അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടക്കാൻ, അല്ലെങ്കിൽ വണ്ടിയുടെ ആയിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കാനെടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ രാശിക്കാർക്ക് 14 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനിരിക്കുന്നത്. അതുപോലെ ജോബ് സംബന്ധമായിട്ട് നിലനിന്ന പ്രശ്നങ്ങൾ മാറാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് മെയ് 14 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ സഹോദരങ്ങളെ കണ്ടുമുട്ടാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. മാത്രമല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് മാറാനും, തൊഴിൽ കൺഫർമേഷൻ വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള ടൈം. അത് തന്നെയല്ല, ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരം, ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാനും, വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിൽ പങ്കിടാനും, നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാകാൻ, ഇങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു മാസം ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾ നോക്കുക. ഹെൽത്ത് എന്ന് പറയുന്നത് നോക്കുക 3, അതുപോലെ ട്രാവൽ എന്ന് പറയുന്ന 3 സ്റ്റാർ. അപ്പൊ നമ്മുടെ ആരോഗ്യപരമായിട്ട് യാത്ര, അതേമാതിരി വെൽത്ത് 3 സ്റ്റാർ, ലക്ക് 3 സ്റ്റാർ, റിലേഷൻഷിപ്പ് 3 സ്റ്റാർ, ഫൈനാൻസ് 3 സ്റ്റാർ, അതുപോലെ സ്റ്റഡി എന്ന് പറയുന്ന 4 സ്റ്റാർ. അപ്പൊ ഈ ഒരു സ്റ്റാറിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര % ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെന്ന്. അപ്പൊ ഈ ഒരു സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും എത്ര % ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണെന്നൊക്കെ ഉള്ളത്, സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് വിലയിരുത്തി വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഉള്ള പ്രഡിക്ഷന്, അങ്ങനെയുള്ള മന്ത്ലി ഉള്ള പ്രഡിക്ഷന്, അതല്ലെന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നാളിനെ പറ്റിയും വിശദമായിട്ടുള്ള അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും, അത് കാണാനും എടുക്കാനും, ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുമല്ലെന്നൊരു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട് നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല, നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വീക്കിലി ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിലി ഉള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം വന്നിട്ടില്ല. നമ്മുടെ ഒരു ചാനലാണ് ഫസ്റ്റ് ടൈം ഈ മലയാളത്തിലെ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് വിശദമായിട്ട് വീക്കിലുള്ള കാര്യങ്ങൾ ഇനിയും പ്രഡിക്ഷൻ വരും. അത് അറിയണമെന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോ വീക്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയാം. ഈ